നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരു റിക്വസ്റ്റിനെ തുടർന്നാണ്. എന്തായിരുന്നു റിക്വസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ, അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പരീക്ഷ, ആ പരീക്ഷ എഴുതുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ആ ഒരു റിക്വസ്റ്റിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർ പറഞ്ഞു, സാധാരണഗതിയിൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LGS പരീക്ഷകൾ 3 എണ്ണമാണ് ഉള്ളത്. സെക്രട്ടേറിയറ്റോ ഉണ്ട്, അത് നമ്മൾ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നൊരു പരീക്ഷയുണ്ട് അല്ലേ. കമ്പനി ബോർഡ് LGS പരീക്ഷ, യൂണിവേഴ്സിറ്റി LGS പരീക്ഷ, വേരിയസ് LGS പരീക്ഷ. ഈ 3 പരീക്ഷകൾ ഒരു താരതമ്യം നടത്തിയിട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിനെ പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കമൻറ്റാണ് ഇവിടെ സൂചനയായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേതായിരിക്കും ബെറ്റർ, ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ കമ്പനി ബോർഡ് LGS അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി LGS അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഏത് സമയത്ത് വേണമെങ്കിലും വരും. വേരിയസ് LGS അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റ പരീക്ഷയായിട്ടുള്ള രീതിയിൽ ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടക്കും. ഇനി നീട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഈ ഒരു പരീക്ഷ നടക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഏത് പരീക്ഷയാണ്? വേരിയസ് LGS എന്ന് പറയുന്ന ഈ പരീക്ഷയാണ് നമുക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മുൻപുണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. യൂണിവേഴ്സിറ്റി LGSൻ്റെ പരീക്ഷയുടെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് LGS പരീക്ഷ ഉണ്ടല്ലോ, അതിൻ്റെയും ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് എങ്ങനെയാകും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ അല്ലേ, ഇതിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇത് വളരെ കൂടുതലായിരുന്നു അല്ലേ, വളരെ കൂടുതലായിരുന്നു ആപ്ലിക്കൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ഇത് നടന്നത് സ്റ്റേറ്റ് ലെവലിലാണ് നടന്നത്. സ്റ്റേറ്റ് ലെവലിൽ നടന്നു. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നടന്നൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഈ കമ്പനി ബോർഡ് LGSന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് നിബന്ധനയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ കൂടിയ യോഗ്യതയുള്ള ആളുകൾക്ക് അയോഗ്യത കൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ള ആളുകളുണ്ടല്ലോ, ഡിഗ്രിയുള്ള ആളുകളും ഈ പറയുന്ന കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷ എഴുതി. അങ്ങനെ ഡിഗ്രി തലത്തിൽ വരെ എത്തിയ ആളുകൾ, 7ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള ആളുകൾ എഴുതിയ ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ വേക്കൻസി എന്ന് പറയുന്നത് ശരാശരി ഒരു 3000-ഓളം വേക്കൻസി എന്ന് പറയുന്നത് ഉണ്ടാവും അല്ലെ. ശരാശരി ഒരു 3000-ഓളം വേക്കൻസി എന്ന് പറയുന്നത് ഉണ്ടാവും. ആ 3000-ഓളം വേക്കൻസിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് പേരെ കൊണ്ട് പരീക്ഷയ്ക്ക് എഴുതിപ്പിച്ചു. ആദ്യം പ്രിലിമിനറി എഴുതിപ്പിച്ചു, അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷ എഴുതിപ്പിച്ചു. ഇപ്പോൾ അതിന് ഒറ്റ പരീക്ഷയില്ല. എന്നിട്ട് റാങ്ക് പട്ടിക എന്ന് പറയുന്നത് അവർ നിശ്ചയിച്ചു അല്ലേ. റാങ്ക് പട്ടിക എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000-4000 റാങ്ക് പട്ടിക വരുന്നുണ്ട് അല്ലേ. അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ നേരത്തെ അവർ എന്ത് ചെയ്തു? ഒരു നിശ്ചിത മാർക്ക് കട്ട് ഓഫ് വെച്ചു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 75-80 ഇടയിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 76 മാർക്കിനടുത്താണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം ശരിയായി വന്നു അല്ലേ. ഇനി ഇവിടെ നിയമനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നിയമനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഡിഗ്രി വരെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരതിൽ ജോയിൻ ചെയ്യും. അവർ മറ്റ് പല പരീക്ഷകൾ എഴുതും, അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പുതിയ ജോലി, ശമ്പളമുള്ള ജോലി, അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് കൂടുതലുള്ള ക്ലറിക്കൽ പോസ്റ്റോ അതിന് മുകളിലുള്ള ഡിഗ്രി പോസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഇതിൽ നിന്ന് അതിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ വേക്കൻസികൾ എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയുടെ വേക്കൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവിടെ ചിലപ്പോൾ ജോലി ലഭിക്കാം. കാര്യം 10 പേരെ നിയമിച്ചു കഴിഞ്ഞാൽ അതിൽ 2 പേര് പോലും കണ്ടിന്യൂ ചെയ്യില്ല, 9 പേരും എന്ത് ചെയ്യുന്നു? റിസൈൻ ചെയ്ത് വേറെ ജോലിക്ക് പോകും. കാര്യം അവർ മറ്റു പല റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് അല്ലേ. ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ യൂണിവേഴ്സിറ്റി LGS, എന്താണ് യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രത്യേകത? ആപ്ലിക്കൻസ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ആപ്ലിക്കൻസ് കൂടുതലില്ല. പക്ഷേ പരീക്ഷ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ നടന്ന ഒരു പരീക്ഷയായിരുന്നു. കാര്യം എന്താണ്? കേരളത്തിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളിലേക്കും ആവശ്യമായിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് വേണ്ടിയുള്ള പരീക്ഷയായിരുന്നു ഇത്. ഇവിടുത്തെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിരുന്നത് 7th പാസ്. പക്ഷേ എന്തുണ്ടാവാൻ പാടില്ല? ഡിഗ്രി എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ട് പാടില്ലായിരുന്നു. ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല, 7ാം ക്ലാസ് പാസ്സാവുകയും ചെയ്യണം. ഇതായിരുന്നു ഈ പറയുന്ന യോഗ്യതയായിട്ട് നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കമ്പനി ബോർഡ് LGSൻ്റെ ഇതുപോലെ ആപ്ലിക്കൻസിൻ്റെ ഒരു തള്ളിക്കയറ്റം ഇവിടെ ഉണ്ടായില്ല അല്ലേ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? പരീക്ഷ വളരെ കടുപ്പമേറിയത് തന്നെയായിരുന്നു. കാര്യം എന്താ? വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പോലും അറിയില്ല, PSCക്കും അറിയില്ല. ശരാശരി ഒരു 1000
1500 പേരുടെ റാങ്ക് പട്ടിക പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ 3 പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 80 എത്ര ഒരു 1000-ൽ താഴെ ആൾക്കാരെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 75 to 80 അല്ലെങ്കിൽ 1500 പേരെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 75-ന് മുകളിൽ വരും. 500 പേരെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 80 മാർക്കിന് മുകളിൽ വരും. ആ ഒരു കണക്കൂട്ടൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെയും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമന നില എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിയമനം എത്തുമ്പോഴേക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. ഇതിന് സ്റ്റഡി പ്ലാൻ്റെ ആവശ്യമില്ല, കാര്യം ഇത് കഴിഞ്ഞു പോയൊരു പരീക്ഷയാണ്. ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഈ വേരിയസ് LGSൻ്റെ പരീക്ഷ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ സാധ്യതകൾ എങ്ങനെയാണ്, പോസിറ്റീവ് സൈഡുകൾ മാത്രം പറഞ്ഞു തരാം. കാര്യം എന്താ, പരീക്ഷ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അല്ല, എന്താണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്നറിയാവോ? ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഇത് ജില്ലാതലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. ജില്ല, അതായത് നമ്മൾ നമ്മുടെ സ്വന്തം ജില്ലയിലുള്ള ആൾക്കാരുമായിട്ട് മാത്രം മത്സരിച്ചാൽ മതി. പുറമേ നിന്ന് എത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് മത്സരിക്കാം. അല്ലാതെ സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളുമായിട്ട് മത്സരിച്ച് പരീക്ഷ പോയി എഴുതേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെയോ ഇവിടെ 7ാം ക്ലാസ് എന്ന് പറയുന്നതാണ് അല്ലേ അടിസ്ഥാന യോഗ്യത. എന്ത് വേണ്ട, ഡിഗ്രി എന്ന് പറയുന്നത് വേണ്ട. ഡിഗ്രി ഉള്ളവർ അയോഗ്യരാണ്. അപ്പോൾ അവിടെ നമുക്കുള്ള പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ എന്താണ്, ഡിഗ്രി തലത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ കൂട്ടമായിട്ട് എലിമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. നമ്മുടെ സ്വന്തം ജില്ലയിലുള്ള ആൾക്കാരുമായിട്ട് മാത്രം മത്സരിച്ചാൽ മതി എന്നുള്ളത് നമ്മളുടെ രണ്ടാമത്തെ പോസിറ്റീവ് സൈഡാണ് കേട്ടോ. ഇനിയോ ഇവിടുത്തെ വേക്കൻസിയാണ്. ശരാശരി 500 നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. 500, ചില ജില്ലകളിൽ പത്തനംതിട്ട, വയനാട് പോലുള്ള ജില്ലകളിൽ 300-ലേക്ക് വരികയുള്ളൂ. എന്നാലും നമ്മളൊരു ശരാശരി ഓൾ കേരള അല്ല, ഇത് ജില്ലാതലത്തിലാണെന്നുണ്ടെങ്കിലും 300 മുതൽ 500, ചില ജില്ലകളിൽ 1000-നടുത്തൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും 500 നിയമനങ്ങൾ ശരാശരി ഉണ്ടാകും. അതായത് ഇവിടെയൊക്കെ നമ്മൾ നോക്കിയ സംസ്ഥാന വ്യാപകമായിട്ടാണ് 1000-ഓ 2000-ഓ പേരിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്വന്തം ജില്ലയിലെ ആദ്യത്തെ 500 പേരിൽ ഉൾപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേരിയസ് LGS എന്ന് പറയുന്ന ആ ഒരു ജോലി ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, റാങ്ക് ലിസ്റ്റ് ഇടും അല്ലേ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 500-നകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. കാരണം ആദ്യം നിയമനങ്ങൾ കിട്ടുന്ന റാങ്കിൽ എത്തുന്ന ആൾക്കാർ ഇതിൽ മാത്രമല്ല ഉണ്ടാവുക, അവർ വേറെ പല ലിസ്റ്റിലുണ്ടാവും. പോലീസിലുണ്ടാവാം, LD ക്ലർക്കിലുണ്ടാവാം, അങ്ങനെ പല പരീക്ഷകളിലും ഇവർ ഉൾപ്പെടാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ പിറകിൽ കിടക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഒരു 300 നിയമനങ്ങൾക്കുള്ള സാധ്യത മാത്രമേ അവിടെ ഉള്ളൂ എങ്കിലും റാങ്ക് ലിസ്റ്റിൽ 500-ാമത് കിടക്കുന്നവർ വേണമെങ്കിലും ഈ 300-നകത്ത് പെടാൻ സാധിക്കും. കാര്യം ആദ്യം ജോയിൻ ചെയ്യുന്നവർ വേറെ ജോലി കിട്ടിപ്പോകുമ്പോൾ അവരെ പിന്നിൽ നിന്നുള്ളവർ എടുക്കേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. നിയമനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, 3 വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് റാങ്ക് പട്ടികയൊക്കെ ചിലപ്പോൾ തീർത്ത് ഇടുന്നൊക്കെ ഇരിക്കാം. കാരണം മുൻപ് ബൾക്കായിട്ടുള്ള റാങ്ക് പട്ടിക ഇടുന്നതുകൊണ്ട് 2000-3000 പേരുടെ റാങ്ക് പട്ടിക ഇടും, 1000 പേരെ മാത്രമേ നിയമിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂട്ടുകാർ പലർക്കും എന്തായിരിക്കാം നിരാശപ്പെടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, റാങ്ക് പട്ടിക വളരെ ചുരുക്കുക മാത്രമല്ല സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും കടന്ന ആൾക്കാർ എടുത്തുകൊണ്ട് റാങ്ക് പട്ടികയിൽ വന്ന മുഴുവൻ ആളുകൾക്ക് ഞങ്ങൾ നിയമനം നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി നമുക്ക് ഉറപ്പിക്കാവുന്ന ഒന്നാണ് അല്ലേ. ഇനി ഇതിനെന്താണ് സ്റ്റഡി പ്ലാൻ അല്ലേ, ഇതിനെന്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 500 റാങ്കിനുള്ളിൽ എത്തിച്ചേരാനുള്ള ടാർഗറ്റാണ് നമ്മൾ വേണ്ടത് അല്ലേ. അതിന് നമുക്ക് എന്ത് വേണം, വ്യക്തമായൊരു സ്റ്റഡി പ്ലാൻ വേണം. ആ സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നമുക്കിനി മുന്നിലുള്ളത് 6 മാസമാണ് നമുക്ക് മുന്നിലുള്ളത് അല്ലേ. ഈ 6 മാസം കൊണ്ട് നമുക്ക് എന്ത് പഠിച്ചു തീർക്കണം, നമ്മളുടെ സിലബസ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. സിലബസ് എങ്ങനെ പഠിച്ചു തീർക്കണം, ഒരു LDC നിലവാരത്തിൽ നമ്മളങ്ങോട്ട് പഠിച്ചേക്കുക. LGSനാണെന്നുണ്ടെങ്കിലും LDC നിലവാരത്തിൽ പഠിക്കുക. കാര്യം എന്താണ്, മത്സരം സിമ്പിളാകുമെന്ന് കരുതി പരീക്ഷയ്ക്ക് പോയാൽ നമ്മളൊരിക്കലും ഈ ടാർഗറ്റായ 500-നകത്ത് എത്തില്ല. മത്സരം കടുപ്പമേറിയതാകും. LDC എന്ന് പറയുന്ന നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ LDCയുടെ പരീക്ഷ നമുക്ക് എളുപ്പമായി മാറുകയും ചെയ്യും. മാത്രമല്ല ഈ LGSൻ്റെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഇതേ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും ചെയ്യും അല്ലേ. എങ്ങനെ പഠിക്കണം, സിലബസ് വൈസിൽ പഠിക്കണം, ടോപ്പിക് വൈസിൽ നമുക്ക് പഠിക്കണം അല്ലേ. ഇപ്പം ഞങ്ങളുടെ LGS എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്, ബാസിസ് അക്കാഡമിയുടെ LGS എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. 600 രൂപ മാത്രമാണ് ഇതിലൊരു മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. വെറും 600 രൂപ മാത്രമാണ്. 6 മാസത്തെ കോഴ്സാണ് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിലെന്തുണ്ട്, ഇതിൽ ടെസ്റ്റ് പേപ്പറുകളുണ്ട്, സബ്ജക്റ്റ് വൈസിലുള്ള ടെസ്റ്റ് പേപ്പറുകളുണ്ട് അല്ലേ. സബ്ജക്റ്റ് വൈസിലുള്ള ടോപ്പിക് വൈസിലുള്ള ഓഡിയോ വീഡിയോ ക്ലാസ്സുകളുണ്ട്. അതിന് പുറമേ തന്നെ എന്തുണ്ടൊക്കെ ലൈവ് ക്വിസുകളുണ്ട്. ക്വിസുകൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ എന്തൊരിക്കുകയാണ് ഡിസ്കഷൻ ക്ലാസ്സുകൾ, അതായത് ഓഡിയോ ക്ലാസ്സുകൾ, ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട്. അതേപോലെ ഓഡിയോ ക്വിസ് ഉണ്ട്. പിന്നെയോ പരീക്ഷയുമുണ്ട്. അപ്പോൾ ഒരു വിഷയം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്ലാസ് കേൾക്കും,
അത് കഴിഞ്ഞ് അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ് കേൾക്കുന്നു, പിന്നീട് അതിൻ്റെ ക്വിസ് കേൾക്കുന്നു, പിന്നീട് അതിൻ്റെ ടെസ്റ്റ് പേപ്പർ എഴുതുന്നു. അപ്പോൾ ഒരു വിഷയം 4 തവണ റിവിഷൻ ചെയ്ത് പോയി പരീക്ഷ എഴുതുവാനുള്ള ഒരവസരം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും ക്രിയാത്മകമായിട്ട് സിലബസ് തീർത്ത് പഠിച്ചു പോയി പരീക്ഷ എഴുതുവാനായിട്ടൊരു സംവിധാനമാണ് ബാസിസ് അക്കാഡമിയുടെ ഈ വേരിയസ് LGS എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ കോഴ്സ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ജില്ലകളിലും ആദ്യത്തെ 500 റാങ്കിനുള്ളിൽ നമ്മളുടെ കുട്ടികളുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. സൗജന്യമായിട്ട് നൽകുന്നത് എങ്ങനെയാണ്? ഓഫ്ലൈനിലാണ്. ഓഫ്ലൈൻ വെച്ചാൽ സൺഡേ ഡയറക്റ്റ് ക്ലാസ് ആണ്. അത് രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ളൊരു സമയത്താണ്. എന്നാൽ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഓൺലൈൻ കോഴ്സ് അല്ലേ? ഓൺലൈൻ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെയുള്ള ആളുകൾക്ക് വന്ന് പഠിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത ഡിസ്റ്റൻസിലുള്ള ആളുകൾക്കാണ് ഓൺലൈൻ കോഴ്സ് ഉള്ളത്. ആ ഓൺലൈൻ കോഴ്സാണ് നമ്മൾ ഈ പറഞ്ഞ 6 മാസ കാലയളവിലേക്ക് 600 രൂപ എന്ന് പറയുന്നൊരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഈടാക്കിക്കൊണ്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് 9846183166 എന്നൊരു നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ LGSൻ്റെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു മെസ്സേജ് വാട്സപ്പിലോ ടെലഗ്രാമിലോ അയച്ചാൽ മതിയാകും. നമ്പർ ഒരിക്കൽ കൂടി 9846183166. അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ വേരിയസ് LGS കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നു. പരീക്ഷയ്ക്ക് പഠിക്കുന്ന തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.